മുഖ്യമന്ത്രി സ്ഥാനത്തിനായി BS യെദ്യൂരപ്പ BJP കേന്ദ്ര നേതാക്കൾക്ക് കോടികൾ നൽകിയെന്ന വെളിപ്പെടുത്തലിനെ സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാൻ കോൺഗ്രസ്. മേഹി ചൌക്കിദാർ എന്ന പേരിൽ BJP നടത്തുന്ന പ്രചരണത്തിന് വിലങ്ങിടാൻ റഫാലിനൊപ്പം എഡ്ഡി ഡയറിയും വിഷയമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. എന്നാൽ മറുപടിയായി DK ശിവകുമാറിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിയായിരിക്കും BJP പ്രതിരോധിക്കുക. അഴിമതി ആരോപണങ്ങൾ കൊണ്ടും അതിരുവിട്ട ധനസമ്പാദനം കൊണ്ടുമെല്ലാം നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്ന കർണാടകയിലെ കോൺഗ്രസ് നേതാവാണ് DK ശിവകുമാർ. സംസ്ഥാനത്തെ കോൺഗ്രസ് JDS സഖ്യ സർക്കാരിനെ താഴെയിറക്കാൻ BJP നടത്തിയ ഓപ്പറേഷൻ താമരയെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത് DKയുടെ തന്ത്രങ്ങളിലൂടെയായിരുന്നു. അതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ എല്ലാ കാലത്തും DK ശിവകുമാറിന്റെ പിന്നിലുണ്ടായിരുന്നു. 2016-ൽ DK ശിവകുമാറിന്റെ വീട്ടിൽ നടത്തിയ ഒരു റെയ്ഡിലായിരുന്നു യെദ്യൂരപ്പയെയും BJP കേന്ദ്ര നേതാക്കളെയും പ്രതിരോധത്തിലാക്കിയ വിവാദ ഡയറിയുടെ വരവ്. റെയ്ഡിനിടെ ഡയറിക്കുറിപ്പിന്റെ പകർപ്പ് DK തന്നെയാണ് ആദായ നികുതി വകുപ്പിന് നൽകിയത്. എന്നാൽ ഒറിജിനൽ കണ്ടെത്താനായിട്ടില്ലെന്നും രേഖയുടെ ഉറവിടം വ്യക്തമാക്കാൻ DK ശിവകുമാർ തയ്യാറായില്ലെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. രേഖയുടെ ആധികാരികത സംബന്ധിച്ച തർക്കങ്ങളിൽ തീരുമാനം ആയാലും ഇല്ലെങ്കിലും വിഷയം പ്രചാരണ വിഷയമാക്കി ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രചാരണ വേദികളിൽ ആരോപണം ഉയർന്നു കേൾക്കും. ഇതിനെ DK ശിവകുമാറുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ പുറത്തുവിട്ട BJP പ്രതിരോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബാംഗ്ലൂരിലെ സ്റ്റീൽ ഫ്ളൈ ഓവർ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു ഡയറി കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ടെന്നുമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞത്. ചുരുക്കത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലുഷിതമാകുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ BJP. പുലർച്ചെ പ്രഖ്യാപിച്ച രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയില്ല. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, രണ്ടാം ഘട്ടത്തിലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപനം നീണ്ടുപോകുന്നു. തമ്മിലടി രൂക്ഷമാണ് എന്ന് തന്നെ വേണോ കരുതാൻ? രേഷ്മ, സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എന്നുള്ള BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ന്യായീകരണവും അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ 36 സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇപ്പോൾ BJP പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പട്ടികയിലും പത്തനംതിട്ടയുടെ പേര് ഇല്ല. നിലവിൽ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ സീറ്റിന് വേണ്ടി K സുരേന്ദ്രനും അതുപോലെ തന്നെ PS ശ്രീധരൻപിള്ളയും തമ്മിലുള്ള തർക്കം ഒരു തലത്തിലും പരിഹരിക്കാനാകാതെ പ്രതിസന്ധിയിൽ ഉഴയുന്ന ഒരു സാഹചര്യമാണ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കേരളത്തിലെ നേതാക്കൾ BJPയുടെ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ ശ്രീധരൻപിള്ളയ്ക്ക് സീറ്റ് ഉണ്ടാകില്ല എന്നുള്ള സൂചനകളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ പിന്നീട് ഇതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീധരൻപിള്ള രംഗത്തെത്തുന്ന സാഹചര്യവും ഒക്കെ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടുകൂടിയാണ് വീണ്ടും വിഷയവുമായി ബന്ധപ്പെട്ട പുനരാലോചനകൾ നടത്താൻ BJP ദേശീയ നേതൃത്വം നിർബന്ധിതരായത്. നേരത്തെ K സുരേന്ദ്രൻ മണ്ഡലത്തിൽ സജീവമാകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നാൽ BJP സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം വൈകുന്നത്. പ്രധാനമായും പ്രഖ്യാപനം വൈകുന്നതിൽ പിന്നിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട സീറ്റുമായി ബന്ധപ്പെട്ട് പുനരാലോചനകൾ നടത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. RSSന് PS ശ്രീധരൻപിള്ള മത്സരിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല. അതുപോലെ തന്നെ സമുദായ സമവാക്യങ്ങൾ തനിക്ക് അനുകൂലമാണ് എന്നുള്ള ശ്രീധരൻപിള്ളയുടെ അവകാശവാദം യാതൊരു തരത്തിലും അംഗീകരിക്കാനും RSS ഇപ്പോൾ തയ്യാറല്ല. അതേസമയം തന്നെ ശ്രീധരൻപിള്ളയാകട്ടെ സീറ്റ് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു പിടിവാശിയുമാണ് ഇപ്പോഴും ഉള്ളത്. ഇതോടുകൂടിയാണ് ഈ ഒരു സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനാകാതെ BJP പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തിരിച്ചടിയായി മാറുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം 13 മണ്ഡലങ്ങളിലും പ്രചരണവുമായി BJP മുന്നോട്ട് പോകുമ്പോഴും എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായില്ല എന്ന് പ്രവർത്തകരോട് വിശദീകരിക്കാൻ വേണ്ടി പോലും പറ്റുന്ന സാഹചര്യം നിലവിൽ സംസ്ഥാനത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ രംഗത്തിറക്കാനുള്ള നീക്കം നടത്തുന്നതായും അഭ്യൂഹങ്ങളുണ്ട്. ഏതായാലും ഇത് കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നിലവിൽ BDJSന്റെ അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി തൃശൂർ സീറ്റിൽ മത്സരിക്കുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. തൃശൂർ സീറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എങ്കിൽ പകരം തൃശൂർ സീറ്റിലേക്ക് K സുരേന്ദ്രനെ പരിഗണിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും തുറന്നു തന്നെ നിൽക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ നിലവിലെ സാഹചര്യത്തിൽ പകരം BDJSന് ഒരു സീറ്റ് നൽകാൻ BJPയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ഒരു നീക്കുപോക്കിന് BDJS എത്രത്തോളം തയ്യാറാകുമെന്നുള്ളത് വ്യക്തമല്ല. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ BJP. പുലർച്ചെ പ്രഖ്യാപിച്ച രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയില്ല. വിവരങ്ങളാണ് ശരത് നൽകിയത്.
മറ്റു വാർത്തകളിലേക്ക്. KPCC പ്രസിഡന്റിനെ വെല്ലുവിളിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ RSS SDPI വോട്ടുകൾ വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ടോ എന്ന് കോടിയേരി. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണ് BJPക്ക് ഇത്രയധികം പേരെ സംഭാവന നൽകാൻ കാരണമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 20 സീറ്റിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇതിൽ മലപ്പുറത്തെ മത്സരത്തിൽ തീ പാറുമെന്നും കോടിയേരി പറഞ്ഞു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇത്രയധികം ആളുകളെ BJPയിലേക്ക് എത്തിച്ചതെന്നും കോടിയേരി പറഞ്ഞു. കോലീബി സഖ്യമില്ലെന്ന് വെല്ലുവിളിക്കുന്ന KPCC പ്രസിഡന്റ് RSSന്റെയും SDPIയുടെയും അടക്കമുള്ള സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ ധൈര്യമുണ്ടോ എന്നും കോടിയേരി വെല്ലുവിളിച്ചു. ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങുന്നില്ലല്ലോ. ഞങ്ങൾ സാധാരണഗതിയിൽ അഭിമന്യുവിനെ കൊന്ന SDPIക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആ അഭിമന്യുവിനെ കൊന്ന SDPIയുമായിട്ടാണ് സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കിയ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രചാരവേല ചെയ്യുന്നത്. അഭിമന്യു അവസാനം എഴുതി വെച്ചത് വർഗീയത തുലയട്ടെ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം അഭിമന്യു ആ ചുമരിൽ എഴുതിയ മുദ്രാവാക്യമായിരിക്കും. വർഗീയത തുലയട്ടെ എന്നതായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത്. വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. പത്തനംതിട്ടയിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന BJP സ്ഥാനാർത്ഥിക്കായി നേതൃത്വം കാത്തിരിക്കുന്നത് സമുദായ നേതാവിന്റെ സമ്മതത്തിനായെന്നും അദ്ദേഹം പറഞ്ഞു. NSSും SNDPയും അടക്കമുള്ള എല്ലാ വിഭാഗത്തിന്റെ വോട്ടുകളും ഇടതുപക്ഷത്തിന് കിട്ടുമെന്നും കോടിയേരി പറഞ്ഞു. ബലാത്സംഗ കേസിൽ പ്രതികളായവരെ മത്സരിപ്പിക്കുന്ന കോൺഗ്രസ് ആണ് ഇന്ന് ബലാത്സംഗ കേസുകളെ കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചെന്നിത്തല സ്വയം ചികിത്സയ്ക്ക് വിധേയനാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷക പ്രബന്ധം തിരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിച്ച അധികൃതരുടെ ഉത്തരവ്. സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായുള്ള ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കേരള സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം പ്രൊഫസർ മീന ടി പിള്ള സ്ഥാനം രാജിവെച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചു. സർവകലാശാലകളിൽ ഗവേഷക വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഗവേഷണം നടത്തുന്നതിന് അവസരം നൽകി വരുന്നതാണ് നിലവിലുള്ള കീഴ്വഴക്കം. ഈയിടെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം വിളിച്ചു ചേർത്ത കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഉണ്ടായ നിർദ്ദേശപ്രകാരമാണ് പ്രബന്ധ വിഷയം തെരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തിന് തടയിടുന്നത്. ദേശീയ മുൻഗണനാ വിഷയങ്ങളിൽ ഗവേഷണം നടത്തണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതു സംബന്ധിച്ച് കേരള കേന്ദ്ര സർവകലാശാല ഇറക്കിയ ഉത്തരവിനെതിരെ ഉയരുന്നത് ശക്തമായ പ്രതിഷേധം. കേരള കേന്ദ്ര സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം ഡോക്ടർ മീന ടി പിള്ള സ്ഥാനം രാജിവെച്ചു. ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ സ്വതന്ത്രാവകാശം ഇതോടെ നഷ്ടമായതായി പ്രൊഫസർ മീന ടി പിള്ള പറഞ്ഞു. നാളെ മലയാളം ഭാഷ പഠിക്കണ്ട, ഹിന്ദി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ആരുടെ പ്രയോറിറ്റിയാണ്? അപ്പം നമ്മളുടെ ഭാഷയും നമ്മളുടെ സംസ്കാരവും നമ്മളുടെ നവോത്ഥാനവും നമ്മളുടെ ചെറിയ ചെറിയ ജീവിതചര്യകളും രീതികളും ഒക്കെ പഠിക്കാൻ അത് ഏത് നാഷണൽ പ്രയോറിറ്റിക്കുള്ളിൽ പെടുത്തും? അത് എന്ത് തരം പ്രസക്തം അപ്രസക്തം എന്നുള്ള ദ്വന്ദ്വത്തിനുള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പഠിക്കും? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഗവേഷണം നടത്താനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം പുതിയ ഉത്തരവ് പ്രകാരം നഷ്ടമാകും. ദേശീയ മുൻഗണന പ്രാധാന്യ വിഷയമെന്നത് സംഘപരിവാർ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ഗവേഷണമായി പരിമിതപ്പെടുമെന്നാണ് പൊതുവെയുള്ള ആശങ്ക. കേന്ദ്ര സർവകലാശാല നീക്കത്തിൽ AKPCTA പ്രതിഷേധം രേഖപ്പെടുത്തി. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ പ്രചരണ രംഗം ചൂടുപിടിക്കുന്നു. അങ്കത്തട്ടിലേക്ക് ആദ്യമിറങ്ങിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവ് 2ാം ഘട്ടവും കടന്ന് പരസ്യ പ്രചരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പടലപ്പിടക്കങ്ങളും പരസ്യ പ്രതിഷേധങ്ങളും മഞ്ഞുരുക്കി UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും മണ്ഡലത്തിൽ സജീവമാണ്. അതേസമയം BJPയുടെ അൽഫോൺസ് കണ്ണന്താനമാകട്ടെ സ്ഥാനാർത്ഥിയായെന്ന നിലയിൽ മണ്ഡലത്തിൽ ഇതുവരെ എത്തിയിട്ടുമില്ല. മുൻ രാജ്യസഭാ MPയും MLAയും കേന്ദ്രമന്ത്രിയും പരസ്പരം പോരാടുന്ന മണ്ഡലമാണ് എറണാകുളം. ജനപ്രതിനിധികളായിരുന്നതിനാൽ വോട്ടർമാർക്കിടയിൽ പറയാൻ സ്ഥാനാർത്ഥികൾക്ക് നേട്ടങ്ങൾ നിരവധി. ആദ്യം അങ്കത്തട്ടിലിറങ്ങിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവ് 2ാം ഘട്ടവും പൂർത്തിയാക്കി പരസ്യ പ്രചാരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഒരു ദിവസം ഒരു നിയമസഭാ മണ്ഡലം എന്ന ക്രമത്തിൽ 29 വരെ ആദ്യഘട്ട പ്രചരണവും ആരംഭിച്ചു. എല്ലായിടത്തും വലിയ ആവേശമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് P. രാജീവ്. മുന്നണി നല്ല ആവേശത്തിലാണ്. എന്നാൽ ഞങ്ങൾ ഇനി വേറെ മുന്നോട്ട് പോകാനുണ്ട്. എല്ലാം പൂർത്തീകരിച്ച് എന്നുള്ളതല്ല, ഇനിയും ഞങ്ങൾ എത്തിച്ചേരാത്ത ഒത്തിരിയേറെ ജനങ്ങളുണ്ട്. ഞങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്ത വീടുകളുണ്ടായിരിക്കും, വോട്ടർമാരുണ്ടായിരിക്കും. ഞങ്ങൾ വളരെ മുമ്പിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഇനിയും ഏറെ മുന്നേറാനുണ്ട്, ഇനിയും ഏറെ ജനങ്ങളിലേക്ക് എത്താനുണ്ട്, ഇനിയും ഏറെ വീടുകളിലേക്ക് എത്താനുണ്ട്. ആ കാഴ്ചപ്പാടോടുകൂടി കുറെ കൂടി തീവ്രമായി പ്രവർത്തിക്കാനാണ് മുന്നണിയാകെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക വൈകിയതും സീറ്റ് മോഹിച്ചിരുന്നവരുടെ പരസ്യ പ്രതിഷേധവും
UDF ക്യാമ്പിൽ ആദ്യം അങ്കലാപ്പുണ്ടാക്കിയെങ്കിലും പ്രചാരണത്തിൽ ഹൈബി ഈഡനും സജീവമായി കഴിഞ്ഞു. ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് MLA. കേരളത്തിലേക്ക് ഇതുവരെ തിരിച്ചെത്താത്ത KV തോമസിനെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് മണ്ഡലത്തിൽ എത്തിക്കുമെന്ന പ്രതീക്ഷയും സ്ഥാനാർത്ഥി പങ്കുവച്ചു. അദ്ദേഹം ഒരു മുതിർന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എറണാകുളത്തിൻ്റെ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതൃത്വം ആയി അദ്ദേഹം നടത്തുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊച്ചിയിലേക്ക് ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾക്കും എല്ലാ നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾക്കും വലിയ ആവേശമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം തന്റെ രണ്ടാമത്തെ വീടാണെന്ന് പ്രഖ്യാപിച്ച BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം ഇതുവരെ മണ്ഡലത്തിൽ എത്തിയിട്ടുമില്ല. വരും ദിവസങ്ങളിൽ BJP സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ എറണാകുളം മണ്ഡലം പ്രചാരണ പ്രവർത്തനങ്ങളാൽ കൂടുതൽ സജീവമാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടവേള. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ നിയമസഭാ മണ്ഡല പര്യടനത്തിന് പൂഞ്ഞാറിൽ തുടക്കമായി. പര്യടനത്തിന്റെ ഉദ്ഘാടനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ നിർവഹിച്ചു. ഉത്സവമാസത്തിൽ ഉത്സവങ്ങളെ വെല്ലുന്ന പൈട്ടോടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ നിയമസഭാ മണ്ഡല പര്യടനത്തിന് തുടക്കമായത്. രാവിലെ മുതൽ പൂഞ്ഞാർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് എത്തിയ വീണ ജോർജിനെ ഇടതുമുന്നണി പ്രവർത്തകർ ഇലങ്കാട് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നിന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് തുറന്ന ജീപ്പിൽ നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ഏന്തയാറിലേക്ക് ആനയിച്ചു. പൂക്കളും പൂമാലകളും നൽകി വീണ ജോർജിനെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. വെടിക്കെട്ടും ചെണ്ടമേളവും നാസിക് ഡോളും എല്ലാം കലർന്ന ഉത്സവ അന്തരീക്ഷത്തിൽ ഏന്തയാർ ജംഗ്ഷൻ ഒരു ജനസമുദ്രമായി മാറി. ഇടതുപക്ഷം എന്നും ജനങ്ങളുടെ ഹൃദയപക്ഷത്ത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വീണ ജോർജിന് ലഭിച്ച വരവേൽപ്പ്. തുടർന്ന് നടന്ന യോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇടതുപക്ഷ സാന്നിധ്യം ഉറപ്പിക്കാനും ജനകീയ താൽപര്യങ്ങൾ പരിരക്ഷിക്കാനും വീണ ജോർജിന്റെ വിജയം അനിവാര്യമാണെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. നമ്മുടെ നാടിന്റെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരാൻ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ തനതായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പൊതു താൽപര്യം ഉയർത്തിപ്പിടിക്കാനുള്ള അതിശക്തമായ കരുത്തോടുകൂടി പത്തനംതിട്ടയുടെ ശബ്ദം അവിടെ ഉയരണം, അതിനനുസരിച്ചു നിൽക്കണം. നാടിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം ഉറപ്പിക്കാനും അതോടുകൂടി ജനകീയ താൽപര്യം പരിരക്ഷിക്കാനും കഴിയുന്ന രീതിയിലുള്ള വമ്പിച്ച രീതിയിലുള്ള ഒരു നീക്കത്തിന് പത്തനംതിട്ടയിലെ ജനത ഈ തയ്യാറെടുപ്പ് നടത്തണം. LDF നേതാക്കളായ KJ തോമസ്, അഡ്വക്കേറ്റ് K അനന്തഗോപൻ, KP ഉദയഭാനു, അഡ്വക്കേറ്റ് P ഷാനവാസ്, AP ജയൻ, CK ശശിധരൻ, തോമസ് കുന്നപ്പള്ളി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ തോട്ടം തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ആരതി ഒഴിഞ്ഞും ആശീർവദിച്ചും തൊഴിലാളികളുടെ പ്രതിനിധിയെ അവർ സ്വീകരിച്ച് വിജയാശംസ നേർന്നു. കുളത്തുപുഴ RPL എസ്റ്റേറ്റിലെ ശ്രീലങ്കൻ തമിഴ് വംശജരോടാണ് KN ബാലഗോപാൽ വോട്ട് അഭ്യർത്ഥിച്ചത്. തൊഴിലാളികളുടെ ഏക പ്രതിനിധിയെ അവർ ആരതി ഒഴിഞ്ഞും മാലയിട്ടും സ്വീകരിച്ചു. എല്ലാവർക്കും ഒറ്റ ആവശ്യം, ജയിച്ചു വരിക. അതിന് KN ബാലഗോപാലിന്റെ മറുപടി: പുതുതായിട്ട് മതനിരപേക്ഷ ഒരു ഗവൺമെന്റ് വന്നാൽ നല്ല നിലപാടെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം, പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള അവസരം, തൊഴിലാളിക്ക് കൂലി കിട്ടാനുള്ള അവസരം, വ്യവസായം നിൽക്കാനുള്ള അവസരം, ആ അവസരമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷം വേണം. കോൺഗ്രസും UDF മാത്രം വന്നാൽ എന്താ, UDFിലെ ആളുകൾ ചിലപ്പോൾ ഇതിന്റെ കൂടെ നിൽക്കത്തില്ല, അവർ BJP ചേർന്നുകൊണ്ടിരിക്കുക. സ്വീകരണത്തിനിടെ RPLിലെ ഫുട്ബോൾ താരങ്ങളുമൊത്ത് അല്പനേരം ചെലവിട്ടു. പിന്നെ സെൽഫിക്കും സമയം കണ്ടെത്തി. തോട്ടം മേഖലയിലെ തേരോട്ടം തുടർന്നു. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും തിരികെയും ബാലഗോപാൽ മാലയിട്ടും ഷോളണിയിച്ചും ചിലരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പും പാർട്ടി ജില്ലാ സെക്രട്ടറിയായിരിക്കെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന്റെ സ്മരണ തൊഴിലാളികൾക്കും ഉണ്ടായിരുന്നു. വിശ്വാസിയായ ചിത്രയാണ് ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് ആരതി ഒഴിഞ്ഞ് സ്വീകരണം നൽകുന്നത്. കുളത്തുപുഴയിൽ നിന്ന് രാജ്കുമാർ. ഹൈറേഞ്ചിൽ പ്രചാരണം ശക്തമാക്കി ഇരു മുന്നണികളും. വികസന തുടർച്ചയ്ക്ക് LDF വോട്ട് ചോദിക്കുമ്പോൾ ഇടുക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. ജോയ്സ് ജോർജിന്റെ രണ്ടാം ഘട്ട പര്യടനം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ പ്രചരണാർത്ഥമുള്ള നേതൃസംഗമങ്ങൾ പൂർത്തിയായിട്ടേയുള്ളൂ. MP എന്ന നിലയിൽ നടപ്പിലാക്കിയ 4750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, പ്രളയാനന്തര ഇടുക്കിക്ക് ഇടത് സർക്കാരിന്റെ 5000 കോടിയുടെ പാക്കേജ്. വോട്ടഭ്യർത്ഥിക്കുമ്പോൾ സിറ്റിംഗ് MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം
ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം അവരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടും എല്ലാ പ്രതിസന്ധികളിലും അവർക്കൊപ്പം നിന്നുകൊണ്ടുമൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. 100% സുതാര്യമായ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയിരുന്നത്. ജനങ്ങളുടെ മുമ്പിൽ അവർക്കൊപ്പമാണ് ജീവിച്ചത്. ജോസിന്റെ രണ്ടാം ഘട്ട പര്യടനം അവസാന ഘട്ടത്തിലാണ്. 26 മുതൽ പൊതുപര്യടനം ആരംഭിക്കും. അതേസമയം തെറ്റിദ്ധാരണ കൊണ്ടാണ് കഴിഞ്ഞ തവണ താൻ പരാജയപ്പെട്ടതെന്നും ഇത്തവണ അതുണ്ടാകില്ലെന്നും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറയുന്നു. കൃഷിക്കാർക്കൊപ്പം തൊഴിലാളികൾക്കൊപ്പം നിരവധിയായ പ്രവർത്തന രംഗങ്ങളിൽ അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഒരു സാധാരണക്കാരനെ പോലെ തന്നെ അവരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുമ്പോൾ വിജയിക്കുമെന്നുള്ള ഒരു തലത്തിലേക്ക് ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡീനിന്റെ പ്രചാരണാർത്ഥമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ നേതൃസംഗമങ്ങൾ പൂർത്തിയായി. പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ കഴിയുന്നതോടെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പൊതുപര്യടനം ആരംഭിക്കും. മലയോര ജനത ഇത്തവണയും നെഞ്ചേറ്റുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ LDFും കാറ്റ് മാറി വീശുമെന്ന പ്രതീക്ഷയോടെ UDFും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. പ്രവാസ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ മെഗാ ഷോ ആയി കൈരളി TV ഇശൽ ലൈല. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രതിഭകളുടെ അപൂർവ സംഗമം കൂടിയായിരുന്നു കൈരളി TV ദുബായിൽ സംഘടിപ്പിച്ച ഇശൽ ലൈല. മാപ്പിളപ്പാട്ടുകളുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച കൈരളി TV ഇശൽ ലൈല അവാർഡ് നിശയുടെ 5ാമത് പതിപ്പാണ് ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ നടന്നത്. മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടിയുടെ സാന്നിധ്യം അവാർഡ് നിശയെ ശ്രദ്ധേയമാക്കി. മോഹൻലാൽ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, മുരളി ഗോപി, ആശാ ശരത് തുടങ്ങിയവരുടെ സാന്നിധ്യവും ഇശൽ ലൈലയെ വേറിട്ടതാക്കി. സംഗീതരംഗത്ത് അതുല്യ സംഭാവനകൾ നൽകിയ ഗന്ധർവ ഗായിക KS ചിത്ര, സംഗീത സംവിധായകൻ ഗോപി സുന്ദർ, അഫ്സൽ, അൻഷി ഫാത്തിമ എന്നിവർക്ക് മമ്മൂട്ടി അവാർഡുകൾ സമ്മാനിച്ചു. മാപ്പിളപ്പാട്ട് പരിപോഷിപ്പിക്കാൻ കൈരളി TV നടത്തുന്ന ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ ഏറെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മമ്മൂട്ടി പറഞ്ഞു. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഒരു സംഗീത ശാഖ ഇത്രത്തോളം ജനകീയമാക്കിയെടുത്തത് കൈരളിയാണെന്ന് അറിയുന്നതിലും പറയുന്നതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് സാമാന്യ ജനങ്ങളിലേക്കും സാധാരണക്കാരിലേക്കും അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം സംഗീതമല്ല, കലയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൈരളിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 5ാമത്തെ സീസണാണ്. ഓരോ പ്രാവശ്യവും ഈ സംഗീത ശാഖയെ അല്ലെങ്കിൽ ഈ സംഗീതത്തെ അല്ലെങ്കിൽ ഈ സംഗീത വിഭാഗത്തെ ഞങ്ങളാൽ കഴിവത് ഞങ്ങൾ തേച്ചു മെനുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഇതിന്റെ പ്രഭ, സൗന്ദര്യവും സംഗീതവും എല്ലാം വർദ്ധിച്ചു വരുന്നതായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ KS ചിത്ര ആലപിച്ചത് എല്ലാവരുടെയും മനം കവർന്നു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബിട്ടാസ്, ഡയറക്ടർ VK അഷ്റഫ്, MK ഗ്രൂപ്പ് ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ EM അഷ്റഫ് എന്നിവർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു. മോഹൻലാലിന്റെ പുതിയ ചിത്രമായ ലൂസിഫറിന്റെ ട്രെയിലറിന്റെ അവതരണവും ഇശൽ ലൈല വേദിയിൽ നടന്നു. ചിത്രത്തിലെ താരങ്ങൾക്കൊപ്പം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും വേദിയിലെത്തി. മമ്മൂട്ടിയാണ് ലൂസിഫറിന്റെ ട്രെയിലർ അവതരിപ്പിച്ചത്. ഒരു അഡാർ ലവ് നായിക നൂറിൻ ഷെരീഫ്, നടി മിയ ജോർജ് എന്നിവർ നൃത്തച്ചുവടുമായി ഇശൽ ലൈല വേദിയെ ആവേശത്തിലാക്കി. ഗായകരായ അഫ്സൽ, റിമി ടോമി എന്നിവർ ഇശൽ ലൈലയിൽ സംഗീത മഴയൊരുക്കി. കാരനിസാരം സീരിയൽ താരങ്ങളുടെ പ്രകടനവും ഇശൽ ലൈല വേദിയുടെ മാറ്റുകൂട്ടി. UAE ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഫാഷൻ ഷോയുമായി ഇശൽ ലൈല വേദിയിലെത്തിയത് ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, ദുബായ്. കായിക വാർത്തകൾ.